വേണം ചേർക്കാൻ. ഇത്രയും തമ്പാല് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ക്ഷീണം മാറാനും അതുപോലെ ക്ഷീണം മാറല്ല ഡബിളാണ് ഇതിൻ്റെ റിസൾട്ട്. കാരണം നമ്മൾ ക്ഷീണം മാറുന്നപ്പോൾ നമുക്ക് സ്കിൻ ക്യാഷ്യൂനട്ടാട്ടത്. ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ക്ഷീണം, തളർച്ച, ബ്ലഡ് കുറവ് അതൊക്കെയാണ് നമ്മുടെ സ്കിന്നിലും കാണിക്കുന്നത്. പ്രസരിപ്പ് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ചെല്ലേണ്ട കാര്യങ്ങൾ ചെന്ന് കഴിഞ്ഞാലാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകുക കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു ലേഹിയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഡേറ്റ്സ് കൊണ്ടുള്ള ലേഹിയാണ്. പക്ഷെ വളരെ നല്ലതാണ് സ്കിന്നിനും ഹെൽത്തിനും. അപ്പം നമ്മൾ എന്തായാലും ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ പൊക്കോട്ടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ 1 കിലോ ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഡേറ്റ്സ് നിങ്ങൾ വാങ്ങിക്കാൻ ഒന്നും ശ്രദ്ധിക്കുക. അതായത് ഏറ്റവും കുറവ് മുതൽ നല്ല ഹൈ ക്വാളിറ്റി വരെയുള്ള ഡേറ്റ്സ് ഉണ്ട്, നോക്കി മേടിക്കും. ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്, ഇതിൻ്റെ കുരുന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം. കണ്ട ഇത്രയും സോഫ്റ്റാണ്, വയലിട്ടാൻ അലിഞ്ഞു പോകും. ഞാൻ ഡയറക്റ്റ് ആയിട്ട് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ ലേഹിയായിട്ട് ഉണ്ടാക്കണേ. ഇത് മാത്രമല്ല ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ വളരെ നല്ലതാണ് സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഒരു എന്താ പറയുക ടൈനൊക്കെ മാറി നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത്, അതാണ് പ്രധാനം. ഹെൽത്ത് ഓക്കെ ആയി നമ്മുടെ സ്കിന്നും. ഞാൻ കുരു കളഞ്ഞ് ഇതിൽ നമ്മൾ പച്ചമഞ്ഞൾ ചേർക്കുന്നുണ്ട്. വളരെ വളരെ നല്ലതാണ്, നിറം വർദ്ധിക്കുന്നത് നല്ലതായതുകൊണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്, നിങ്ങൾ കാണാം കേട്ടോ. വളരെ വളരെ നല്ലതാണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഞാൻ വേവിക്കണം. അപ്പം നമ്മൾ വേവിക്കുന്നത് ഒക്കെ എടുത്താൽ ഞാൻ വീഡിയോ കുറേ ലെങ്തി ആവും. അപ്പം ഇതും പച്ചമഞ്ഞളും കൂടി വേവിച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ കുറേ കാര്യങ്ങൾ കൂടി ചേർക്കും, അപ്പം അതും കാണിച്ചു തരാം കേട്ടോ. ക്യാഷ്യൂനട്ടാട്ടത്. ക്യാഷ്യൂനട്ടൊക്കെ നമുക്കറിയാം നല്ല റിച്ച് പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു മേമ്പടിക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ നെക്സ്റ്റ് ടൈം ബയോട്ടിക് മോഡലിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇത് പീനട്ട്, അതായത് കപ്പലണ്ടി, അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ അത്രയും മതി. പിന്നെ നമ്മുടെ ചുക്ക് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് പൊടിക്കുക. പിന്നെ നമ്മുടെ ഈന്തപ്പഴവും പച്ചമഞ്ഞളും വേവിച്ച് ഉടച്ച് സ്പൂൺ കൊണ്ട് എന്നിട്ട് ചൂടാക്കി ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കും. നന്നായി വഴറ്റാട്ടോ. ആദ്യം നമ്മൾ നെയ്യാണ് ഒഴിച്ചത് കേട്ടോ, വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് ഒഴിച്ചത്. അതിന് ശേഷമാണ് നമ്മൾ ഡേറ്റ്സും പച്ചമഞ്ഞളും കൂടി അരച്ചത് ചേർക്കുന്നത് കേട്ടോ. ഈ പച്ചമഞ്ഞൾ എന്ന് പറഞ്ഞ സംഭവം വേറെ നിറച്ചോളൂ കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി രണ്ടും കൂടി ഇട്ടു, പിന്നെ എനിക്കാണല്ലോ. അപ്പം പിന്നെ നമുക്കിത് വേവുമ്പോൾ നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റും, അതിനാണ് കേട്ടോ. ഇതിപ്പോൾ നെയ്യൊക്കെ അതിലേക്ക് വേണ്ട ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഉരുളിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കില്ല, അതാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉരുളിയാക്കുന്നത്. നല്ല ചൂടാട്ടാത്ത സുഖമൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാലിൽ ഞാൻ കുറച്ച് നമ്മൾ വേവിക്കുമ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വേവിക്കുമ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ജാറിൻ്റെ ഉള്ളിലേക്ക് പോരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിലും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. 2ാം പാലിൻ്റെ ബാക്കിയുള്ളത് കേട്ടോ. ലോ ഫ്ലെയിം കേട്ടോ. നമുക്ക് പിന്നെ എനിക്ക് ഇങ്ങനെ കുറേ നേരം ഇത് മിക്സ് ചെയ്യാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഹെയർ ഓയിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഹെയർ ഓയിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 1.5 മണിക്കൂർ ഇത് പിഴക്കന്നെ കേട്ടോ. അതിൻ്റെ പ്രൊസീജർ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത് തന്നെ നമുക്ക് ബോറടിക്കാണ്ടിരിക്കാനാണ് ഞാൻ സംസാരിക്കുന്നത്. സംസാരമാണ് ഏറ്റവും വലിയ ബോറടി. എങ്കിൽ കൂടി പറയാണ്
ഇത് കുഞ്ഞു ആൾക്കാർക്കൊക്കെ അറിയണതാണിത് രേഖ ഉണ്ടാക്കാനൊക്കെ അല്ലേ. നമ്മൾ പഠിച്ചുകളായതുകൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് എനിക്ക് ഉണ്ടാക്കിയേ പറ്റും. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. നിങ്ങൾക്ക് അറിയാൻ വീഡിയോ വന്നിട്ട് പറയാറുണ്ട് ചേച്ചി ആദ്യം ആരോഗ്യം നോക്കും വീഡിയോ എടുക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അപ്പുറത്ത് ഓരോ വീഡിയോ ഇടുന്നതായിട്ട് വേറെ കുറേ പേരും പറയും. അതാണ് നമ്മൾ വീഡിയോ പെട്ടെന്ന് ഇടാനായിട്ട് എങ്ങനെയൊക്കെ നോക്കുന്നത്. ഇത് എനിക്ക് കഴിക്കാണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനും എൻ്റെ മോളൊക്കെ ഇത് കഴിക്കും. കാരണം നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മുടി ഒടിച്ചിട്ട് നമ്മുടെ ക്ഷീണമൊക്കെ വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ചിലരുടെ കഴിഞ്ഞ് ചെല്ലണം. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാം പാലിൽ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നെയ്യിൽ നമ്മൾ ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം പിന്നെ രണ്ടാം പാലിലൊക്കെ അരപ്പിട്ട് അതിൻ്റെ പറ്റി പച്ചമഞ്ഞളിൻ്റെ അരപ്പിട്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാം പാല് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കുറച്ചൊരു എന്താ പറയുക ഒന്ന് വേഗണം. ആ വേഗണം വെന്തത്തിൽ വേണം നമുക്ക് തെമ്പാലൊക്കെ ഒഴിക്കാനും. അതുപോലെ അതേപോലെ നമുക്ക് മധുരത്തിന് കുറച്ച് വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഒഴിക്കുക കേട്ടോ. എല്ലാം എനിക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ തന്നെ ഇത് സ്പേസ് മാറ്റി വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് മടിയായിട്ടാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ഉപകാരമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു 40+ കഴിഞ്ഞവരാണെങ്കിൽ മെനോപാസിനോട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവും. വളരെ വളരെ ടയർഡ് അവസ്ഥയാണ്. നേരെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വൈകിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്ഷീണം കാര്യങ്ങളാണ്. ഞാൻ തോന്നുന്നു എൻ്റെ വീട് ഞാൻ തന്നെ നോക്കണ്ടേ, മടിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്കാണെന്ന് വെച്ചാൽ ടാബ്ലറ്റ് കഴിക്കാൻ മടിയുള്ള ആളാണ്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് കഴിഞ്ഞാൽ ചെക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പം എന്തെങ്കിലും HBയുടെ കൗണ്ട് പ്രോബ്ലമോ കാര്യങ്ങളൊക്കെ വേരിയേഷൻ വരാറ്. അപ്പോൾ ഈ മരുന്നാണ് ഈ സിറപ്പും ഗുളികകളും തീരെ കാര്യം. നമ്മുടെ അമ്മമാരൊക്കെ എന്തായാലും മരുന്ന് കഴിക്കണമല്ലേ. പക്ഷെ നമുക്ക് സമയമാകുമ്പോൾ കഴിക്കും. ഇപ്പം പിന്നെ മടി. ഇപ്പം വേണ്ട. ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് ലേഹ്യമാണ്, ഡേറ്റ്സ് ടെർമറിക് ലേഹ്യമാണിത്. ഒത്തിരി പേരുണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്കത് അറിയാമേ. അത് നമ്മുടെ ഒരു വീഡിയോ തള്ളിപ്പോട്ടെ വെച്ചിട്ട് കാണിക്കുന്നതാണ്. എനിക്കിപ്പോൾ വലിയ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ആളാണ്. എങ്കിൽ പോയി കേട്ടോ. കണ്ടോ നമ്മുടെ പച്ചമഞ്ഞളിൻ്റെ ചിലത് അറിയാണ്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്താണ് കുറച്ചൊക്കെ അറിഞ്ഞിട്ടിങ്ങനെ പ്രശ്നമില്ലാന്ന് വിചാരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാറില്ലേ. അതുകൊണ്ടാ നിങ്ങളാവുന്നത് ഫൈനായിട്ട് അരക്കണേ. കാരണം ആർക്കും താല്പര്യമുണ്ടാവില്ല പച്ചമഞ്ഞൾ. പക്ഷെ ഇത് എന്താ ഉടയും കേട്ടോ. പാലിൽ എന്തെങ്കിലും മിക്സ് ആയാൽ ഉടയും. പിന്നെ എനിക്ക് ലേഹ്യങ്ങളൊക്കെ പണ്ടേ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടി ഒന്ന് വെന്തട്ട് വേണം നമുക്ക് ഇതിലേക്ക്. നെയ്യ് അധികം ഒഴിക്കില്ല കേട്ടോ. ചിലപ്പോൾ മട്ടയ്ക്ക് നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവും. അത് കാരണമാണ് ഞാൻ നെയ്യ് ഒഴിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് വരട്ടെ. അപ്പം നമുക്ക് അപ്പോഴേക്കും നമുക്ക് കുറച്ച് എന്തെങ്കിലും സംസാരിക്കാം. ഞാൻ ഹെയർ ഓയിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ല 1.5 മണിക്കൂറൊക്കെ ആയിരുന്നത് ഇങ്ങനെ നിൽക്കുക. അപ്പം എൻ്റെ മോളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പോൾ അവൾ വന്നിട്ടില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ ഹെയർ ഓയിൽ ഇപ്പോൾ കുറേ നാളായിട്ട് അതൊന്നും കാണിക്കുന്നില്ല. അതെനിക്കൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് ഹെയർ ഓയിലിന് നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം പിന്നീട് മിക്സ് ചെയ്യേണ്ടതോ ഇങ്ങനെ ഇളക്കി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം എനിക്കതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്കിത് വെള്ളം ഇടാം. സംസാരിച്ച് എന്തെങ്കിലും പഠിപ്പിച്ച് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാവേ. വെള്ളം ഒന്നും ഒഴിക്കണ്ടേ. വെള്ളം ഒഴിക്കി വെച്ചിട്ട് ഒഴിക്കണ്ടേ കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ വെള്ളം ഒരുക്കേണ്ടത്. കാര്യം നമ്മൾ ഇതിനൊക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടിയാലേ നമുക്ക് നല്ല സാധനം കഴിക്കാട്ടോ. ഞാനൊരു മനസ്സിലാണ് എനിക്ക് കൂടി ഞാൻ പറയാണ്. നമ്മളൊരു ബുദ്ധിമുട്ടിയപ്പോൾ ഇതിൻ്റെ മണം വരുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജി കിട്ടുന്നുണ്ട്. അത്രയും നല്ലതാണ്. പിന്നെ എനിക്ക് പൊതുവെ കിച്ചണിൽ കുക്കിങ്ങൊക്കെ വരുമ്പോൾ മടികളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യും. ഇപ്പോഴാണ് മടിയൊക്കെ ആയത്. ആദ്യം മടിയിലായിരിക്കും. വലിയ മടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷീണത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ശർക്കര ഒന്നും കൂടി ഒഴിക്കാവേ. എന്താ ശർക്കര പാനി കേട്ടോ. കുറച്ച് വെള്ളം അങ്ങനെ ഒരു കളസ് ഒഴിച്ചിട്ടുണ്ടാവും. ഇത്ര മധുരം മതിയിട്ടാണ്. കാരണം നമ്മൾ ഇതിൽ ഉപയോഗിച്ച ഈന്തപ്പഴം ഉണ്ടല്ലോ അപാര മധുരം കേട്ടോ. സൂപ്പർ മധുരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ അച്ചി കണക്ക് പറയാന്ന് വെച്ചാൽ 2 അച്ചി ബെല്ലം എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 അച്ചി ബെല്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം അത്രയും നല്ല മധുരമാണ് ഈന്തപ്പഴത്തിൽ. ശരിക്കും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ചേർത്തിട്ടുണ്ട്. കാരണം ശർക്കര നമുക്ക് കുഴപ്പമില്ല. നല്ല ശർക്കരയുടെ മധുരം നല്ലതാണ്. പഞ്ചസാര നല്ലതല്ല. അറിയാലോ എല്ലാവർക്കും. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഐറ്റംസ് കൂടി ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു ലേഹ്യം തരത്തിൽ എനിക്ക് കഴിക്കണം. എനിക്ക് ഈ ലേഹ്യങ്ങളൊന്നും മടിയില്ലാത്ത ആളായതുകൊണ്ട് കഴിക്കാൻ മടിയില്ല, ആദ്യമേ മടിയില്ല. നല്ല മണവരട്ടോ, നല്ല മണമാണ്. ഏറ്റവും മണമാണ് വരുന്നത്. ലേഹ്യങ്ങൾ അതായത് സംസാരം ഇഷ്ടമില്ലാത്തവർ കട്ട് ചെയ്ത് പോവാം. ബോറടിപ്പിച്ചെന്നോട് പറയുന്നത് എനിക്ക് ഇഷ്ടംപോലെ വേറെ വീഡിയോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടു. പിന്നെ നമ്മൾ നിങ്ങളോട് ആരും നിർബന്ധം പറയുന്നത് ഇത് കാണണമെന്ന്. ഓക്കെ, അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇതിങ്ങനെ വരികി വരുന്നവരെ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പം ലേഹ്യങ്ങൾ കഴിക്കാൻ എനിക്ക് ആദ്യമേ ഇഷ്ടമാണ്. കാരണം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ചെറുതിലെ വണ്ണമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞോടുകൂടി ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും നമ്മോട്, ഇവ ഭയങ്കര ക്ഷീണമായി, ഇവൾക്ക് ഭയങ്കര ക്ഷീണമായി, എങ്ങനെ ഉണ്ടായിരുന്ന കൊച്ച, ഇതൊക്കെയാണല്ലോ പഴയ ആളുകൾ നമ്മൾ ചോദിക്കുക. അപ്പോൾ അത് ചോദിച്ച് കേട്ട് തന്നെ ശരി ഈ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളോട് പറയുമ്പോൾ അങ്ങനെ ഓരോ ആയുർവേദ ഡോക്ടർമാരെ എടുത്തിട്ട് കൊണ്ടുപോകും. ഓരോ ലേഹ്യങ്ങൾ വരും, ഞാനത് കഴിക്കും. വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വലിയ ഒരു കാരണം ഞാൻ അന്ന് ഭക്ഷണം കുറവ് കഴിക്കുന്നതാണ്. ഫ്രൂട്ട്സ് കഴിക്കില്ല, അങ്ങനെ നല്ല സാധനങ്ങളൊന്നും കഴിക്കാത്തില്ല. എൻ്റെ അമ്മ പറയും നല്ലത് നായിക്ക് പിടിക്കില്ല, അമ്മയുടെ സ്നേഹം പറയും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ നല്ല സാധനമൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിന് ചോറാണെങ്കിൽ അന്നറിയും തിന്നില്ല. ഇന്നിപ്പോൾ വയസ്സായപ്പോൾ ചോറ് നമ്മൾ ലിമിറ്റ് വെക്കേണ്ട സമയമായിപ്പോൾ ഒരു കൂടുതലായിട്ട് കഴിക്കില്ല. ആവശ്യമില്ലാത്ത കൂടുതൽ കഴിക്കില്ല. ആദ്യം കഴിച്ചിരുന്നില്ല. അപ്പോൾ ലേഹ്യം ഉണ്ടാക്കാൻ ലേഹ്യം കഴിക്കാൻ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ക്ഷീണം മാറാനും, അതുപോലെ ക്ഷീണം മാറല്ല ഡബിളാണ് ഇതിൻ്റെ റിസൾട്ട്. കാരണം നമ്മൾ ക്ഷീണം മാറുന്നപ്പോൾ നമുക്ക് സ്കിൻ നമ്മുടെ ലേഹ്യത്തിൻ്റെ പരിവം കണ്ടോ. ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ക്യാമറ എടുത്ത് ഇതേപോലെയായി ലേഹ്യത്തിൻ്റെ പരിവം. ഒരു താളയൊക്കെ വന്നു തുടങ്ങി. അടിപൊളിയാണ് കേട്ടോ. അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് കഴിക്കാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊന്നും കൂടി തിളച്ച് എണ്ണയൊക്കെ ഒന്ന് ഇതായി വരുമ്പോൾ മാത്രമാണ് നമ്മൾ 2ാം പാൽ ഒഴിക്കുക കേട്ടോ. നന്നായി നമുക്ക് വരട്ടി നിൽക്കാം കേട്ടോ. ഭയങ്കര ചൂട്. നമുക്ക് തെമ്പാല ഒഴിച്ചിട്ടില്ല കേട്ടോ. തെമ്പാല ഒഴിക്കണേ. നല്ലൊരു പരുവായുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ വേണം നമുക്ക് തെമ്പാലും അതേപോലെ നമ്മുടെ നട്ട്സ് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇടാം കേട്ടോ. നല്ലൊരു പരുവായിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഉണ്ടോ? നിങ്ങൾ കണ്ട ഈ ഒരു പാകത്തിലെത്തുമ്പോൾ നമുക്ക് തെമ്പാൽ ഒഴിച്ച് കൊടുക്കാവേ. ഇത് നന്നായി കുറച്ചിട്ട് വേണം ചേർക്കാൻ. ഇത്രയും തെമ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കിട്ടുന്ന പാല് അതാണ് തെമ്പാല്. പെട്ടെന്ന് ഇളക്കണേ. പാല് പിരിഞ്ഞു പോകാനായിട്ട് പാടില്ല. എല്ലാ ഗുണം നഷ്ടപ്പെടും. ഇപ്പോൾ സൈഡിലും അവിടേക്കുള്ളതൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കുക. ഒരു പരുവാകുമ്പോൾ ഞാനിനി കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. കുറുകി വരണം. നമുക്ക് നമ്മുടെ ഉരുള അരിവശത്തുള്ളതും ഒക്കെ നമുക്ക് ചേർക്കാം. നന്നായി ഒന്ന് കുറുകി വരണം. പച്ചമഞ്ഞളുടെ മണമുണ്ട്. നല്ല സൂപ്പർ മണം. നാളികേരം ഒരെണ്ണം എടുത്തു, ഒരു നാളികേരം എടുത്തു. അത് നിങ്ങൾക്കറിയാലോ, ആദ്യത്തെ പാലെടുക്കുമ്പോൾ നാളികേരത്തിനൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് അടിക്കുക ജാറിലിടുമ്പോഴേ. അതിന് ശേഷം അത് പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെയും അതേപോലെ തന്നെ അതിനാണ് ലേശം കൂടി നാളികേരത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന തരത്തിൽ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അത് 2ാം പാൽ. 2 അളവൊന്നുമില്ല. അതായത് കുറേ വെള്ളം അങ്ങ് ചേർക്കരുത്. നാളികേരം അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഞാനങ്ങനെ കണക്കൊന്നും ഇല്ലാണ്ട് എടുത്ത സാധനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിന്. അപ്പോൾ അതൊന്നും പേടിക്കൊന്നും വേണ്ട. അല്ലാണ്ട് വേറെ നമുക്ക് നന്നായിട്ടുള്ള നല്ല എന്താ പറയുക, സാധാരണ രീതിയിൽ നമ്മൾ പാലൊക്കെ എടുക്കില്ലേ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ,
അതേപോലെ തന്നെ എടുക്കുക. നമ്മളെ ക്വാണ്ടിറ്റി അനുസരിച്ച് പാലിൻ്റെ അളവും കൂടും. കാരണം നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം അടിക്കാനായിട്ട്. രണ്ടാം പാലാകുമ്പോൾ അതിനാണ് കുറച്ചും കൂടി കയറി വെള്ളം നിൽക്കണം. അതാണൊരു ഫസ്റ്റൊക്കെ നമ്മൾ പാചകം ചെയ്യാത്ത പിള്ളേഴ്സിനൊക്കെ ഉള്ളൊരു എന്താ പറയുക എളുപ്പ വഴി. കുറുകി വരട്ടോ, ഞാൻ വെക്കട്ടെ വേണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അടുത്ത് കാണിച്ചു തരുമ്പോഴേ ഞാൻ കയ്യിലാണ് പിടിച്ചിരിക്കണത്, ഒറ്റ കയ്യിൽ. അപ്പോൾ ഞാൻ അവിടെ വെക്കുമ്പോൾ നിങ്ങൾ കാണിച്ചതിൻ്റെ ഉൾഭാഗം കാണാനും പറ്റത്തില്ല. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുക. എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. നമുക്കിതിലേക്ക് നട്ട്സ് ഇടാം കേട്ടോ. നട്ട്സ് ഇപ്പോൾ മോള് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. നട്ട്സൊക്കെ ഇട്ടിട്ട് ഈ ഒരു പരിപാടിയുണ്ട്. ഈ ഒരു പരിവം പിന്നെ ചുക്കും കൂടി ഇട്ടിട്ട് ലേശം നേരം കൂടി ഒന്ന് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് നമ്മളിപ്പോൾ ടിന്നിലാക്കി വെക്കണതല്ലേ, കുറച്ചും കൂടി ഒന്ന് ആയോട്ടെ. കണ്ടോ, ഇതാണ് പരിവം. ഇത് നോക്കി എങ്ങനെ ഇരുന്നതാന്ന് നോക്കി ലൂസായിട്ട് ഈ ഒരു പരിവത്തിലേക്ക് മാറി. ഇതാണ് ലേഹ്യത്തിൻ്റെ പരിവം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വീഴാനുള്ള താമസം കണ്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. പിന്നെ ആ ഉരുളിയിൽ തന്നെ വെക്കരുത്, കാരണം അതിലിരുന്ന് ഹാർഡാവും. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. കണ്ടോ, ഇറക്കി വെച്ചിട്ട് അതിന് പറത്താം കേട്ടോ. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നനവുള്ള സ്പൂണൊന്നും ഇടരുതേ. നനവുള്ള സ്പൂൺ ഇട്ടാൽ വേഗം നാശം. പിന്നെ 1-2 ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ കുറേ ദിവസത്തേക്ക് ആയിട്ടാണ് നമുക്ക് ആകെ 2 നേരം അത് കഴിക്കേണ്ടതുള്ളൂ. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. നല്ല ചൂടുള്ള കാരണമാണ് ഞാൻ കുറച്ചെടുക്കണത്, ചൂടാറിയിട്ടില്ലേ എൻ്റെ വായ പൊള്ളി, അതുകൊണ്ടാണ്. സൂപ്പറാട്ടാ. ഇത് 2 സ്പൂൺ നിൽക്കാവോ? അടിപൊളി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നിൽക്കായിരുന്നു. എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആകാനും നമ്മുടെ ശരീരം സൂപ്പറായിട്ട് നല്ല ഉന്മേഷവും പ്രസരിപ്പും ഓജസ്സും തേജസ്സും ഒക്കെ വരാനായിട്ട് നല്ലതാണ് ലേഹ്യം. സൂപ്പറായിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.